ആലുവ നഗരത്തിലെ ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തി. കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് മരിച്ചത്. കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. സുഹൃത്തായ യുവാവ് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. നേര്യമംഗലം സ്വദേശി ബിനുവാണ് പിടിയിലായത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഞെട്ടിക്കുന്ന ക്രൂര കൊലപാതകത്തിന്റെ വിവരം കൊച്ചിയിൽ നിന്ന് പുറത്ത് വന്നത്. ആലുവയിലെ ഒരു ലോഡ്ജിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ സുഹൃത്തായ ബിനു കഴുത്തിൽ ഷോൾ മുറുക്കി കൊന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും സുഹൃത്തുക്കളാണ് പോലീസിനെ വിവരം അറിയിച്ചത് എന്ന സൂചനകളും ഉണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരു സുഹൃത്തിനെ തന്നെയാണ്, ഒരു ആൺ സുഹൃത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ നേര്യമംഗലം സ്വദേശിയാണ്. ബിനുവിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രാഥമികമായ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇക്കാര്യങ്ങളെല്ലാം തന്നെ രേഷ്മ ബാബു വിശദീകരിക്കും. കൊല്ലം സ്വദേശിനിയാണ് മരിച്ചിരിക്കുന്നത്. കുണ്ടറ സ്വദേശിനി അഖില. ആലുവ നഗരത്തിൽ ആണ് ഈ യുവതിയെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, നേര്യമംഗലം സ്വദേശി ബിനുവിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ സംഭവിച്ചത്? രാഖി, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ അരുംകൊല നടന്നിരിക്കുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ ലോഡ്ജ് ഉള്ളത്. ഈ സമീപത്തെ ലോഡ്ജിലെ 206 നമ്പർ റൂമിലാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. അതായത് നേര്യമംഗലം സ്വദേശിയായിട്ടുള്ള ബിനുവിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൊല്ലം കുണ്ടറ സ്വദേശിയായിട്ടുള്ള അഖിലയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്, യുവതിയും യുവാവും നേരത്തെ തന്നെ പലതവണ ഇവിടെ ലോഡ്ജിൽ റൂം എടുത്തിരുന്നു. പലതവണ ഇവിടെ വരാറുണ്ടെന്നാണ് ജീവനക്കാർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ബിനു ഇവിടേക്ക് ആദ്യം വരികയും റൂം എടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അഖില ഇവിടെ വരുന്നത്, ഈ റൂമിലേക്ക് വരുന്നത്. തുടർന്ന് രാത്രിയോടുകൂടി ഇരുവരും തമ്മിൽ ചില വാക്ക് തർക്കങ്ങൾ ഉടലെടുത്തു. ഈ വാക്ക് തർക്കം എന്ന് പറയുന്നത്, തന്നെ വിവാഹം കഴിക്കണമെന്നുള്ളൊരാവശ്യം അഖില ബിനുവിന് മുന്നിലേക്ക് വെച്ചു. അത് പിന്നീട് വഴക്കിലേക്കും തർക്കത്തിലേക്കും കലാശിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ബിനു അഖിലയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ബിനു ചെയ്തതാകട്ടെ, തൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെ വീഡിയോ കോൾ വിളിച്ചതിന് ശേഷം ഈ മൃതശരീരം കാണിച്ചു കൊടുത്തു. ഈ സുഹൃത്തുക്കളിൽ ഒരാളാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തൻ്റെ സുഹൃത്ത് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തി ഈ ലോഡ്ജിൽ ഉണ്ട് എന്നുള്ള വിവരം കൈമാറുന്നത്. തുടർന്ന് പൊടുന്നനെ പോലീസ് ഇവിടേക്ക് എത്തി കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ബിനു ഈ മൃതശരീരത്തിന് തൊട്ടരികിൽ ഇരിക്കുന്നു, യുവതി കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മദ്യലഹരിയിലായിരുന്നു ബിനു ഉണ്ടായിരുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ മൃതശരീരം ഉള്ളത് ഇതേ റൂമിൽ തന്നെയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസ് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മൃതശരീരം ആശുപത്രിയിലേക്ക് മാറ്റും. എന്തായാലും നിലവിൽ പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്, വിവാഹം കഴിക്കണമെന്നുള്ളൊരാവശ്യം പെൺകുട്ടി ഉന്നയിക്കുകയും അതേ തുടർന്നുണ്ടായ വഴക്കാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ മദ്യപിച്ച ഒരവസ്ഥയിലായിരുന്നു ബിനു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പിന്നീട് മാത്രമേ സാധിക്കൂ. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്കായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുക. ശരി രേഷ്മ, ആലുവയിലെ ലോഡ്ജിലാണ് യുവതിയെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് മരിച്ചത്. കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ സംഭവത്തിൽ സുഹൃത്തായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നേര്യമംഗലം സ്വദേശി ബിനുവാണ് പിടിയിലായത്. ഇയാൾ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിച്ചുവെങ്കിലും കൃത്യമായൊരു ചോദ്യം ചെയ്യൽ ഇതുവരെയും സാധ്യമായിട്ടില്ല എന്നാണ് രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.